ത്രിതല പഞ്ചായത്ത് ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് അധികാര സ്ഥാനങ്ങളിൽ ആളുകൾ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോ ജില്ലാ പഞ്ചായത്തിന്റെയും അങ്ങനെ പഞ്ചായത്തിന്റെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയ ഭരണസമിതികൾ ത്രിതല പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും എത്തിക്കഴിഞ്ഞു. അപ്പോഴും വലിയ ഒരു ചോദ്യമായി മാറുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഉടലെടുത്ത കോഴ വിവാദമാണ്, ഈ പണപ്പെട്ടി വിവാദം. പണപ്പെട്ടി കണ്ടാൽ കമിഴ്ന്നടിച്ചു വീഴുന്ന നേതാക്കളായി കോൺഗ്രസിലെ പ്രമുഖർ പോലും, പ്രത്യേകിച്ച് DCC പ്രസിഡന്റായ ജോസഫ് ടാജറ്റ് പോലും വീണുപോയി എന്ന് പറയുന്നിടത്ത് കോൺഗ്രസിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണ, ജനങ്ങളുടെ മനസ്സിലിരിപ്പ് വ്യക്തമാണ്. എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്, എന്താണ് കൊല്ലത്ത് സംഭവിച്ചത്, എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്ന് ഇഴകീറി പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പലയിടങ്ങളിലും ആളുകളെ നിർത്തിയത് പോലും പേയ്മെന്റ് സീറ്റായിട്ടാണ്. പേയ്മെന്റ് സീറ്റ്. ഇലക്ഷനിൽ നിന്ന സ്ഥാനാർത്ഥികൾ പലരും വോട്ട് പിടിക്കാൻ സമയത്ത് വീടാന്തരം കയറി പറഞ്ഞു, ഞങ്ങൾ കുറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇക്കുറി വോട്ട് തരണം. ഈ പേട്ട വാർഡിലെ D അനിൽകുമാർ അത് തോറ്റുപോയി. അദ്ദേഹമൊക്കെ പറഞ്ഞു നടന്നത്, എനിക്ക് വേറെ മാർഗമില്ല ജീവിക്കാൻ, നിങ്ങൾ എന്നെ വിജയിപ്പിച്ചേ തീരൂ, എനിക്ക് വേറെ ജീവിക്കാൻ പോകും, ജീവനോപാധി വേറെ ഇല്ല. ആ തരത്തിൽ പ്രചരണം നടത്തിയ ആളുകളുണ്ട്. പാളയം വാർഡിലെ ഷേർലി ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പേയ്മെന്റ് സീറ്റാണ്, വിജയിപ്പിച്ചേ തീരൂ, അവരെ ജനം വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് SDPI BJP കോൺഗ്രസ് കൂട്ടുകെട്ടാണ് വിജയിച്ചത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം മേയർ തെരഞ്ഞെടുപ്പിൽ 28 വോട്ടുകൾ UDF കാൻഡിഡേറ്റ് ആയ ഹഫീസിന് ലഭിച്ചു. ആ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ 27 വോട്ടേ കിട്ടിയുള്ളൂ. കാരണം SDPIയുടെ വോട്ട് കൂടി മേയർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ SDPIയുടെ വോട്ട് ഡെപ്യൂട്ടി മേയർക്ക് ലഭിച്ചു. ഒരാള് കാലുമാറി BJPക്ക് വോട്ട് ചെയ്തു. ഒരു കൗൺസിലർ കാലുമാറി BJPക്ക് വോട്ട് ചെയ്തു. അത് വലിയ തിരിച്ചടി ആയി എന്ന് കോൺഗ്രസ് തന്നെ തിരിച്ചറിയുന്നു. അപ്പോ BJP SDPI കോൺഗ്രസ് ബാന്ധവമാണ്. കൊല്ലം ജില്ലയിൽ തലപൊക്കി വന്ന വിവാദം, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ കോൺഗ്രസിന് ഭരണം കിട്ടാൻ വഴി തുറന്ന സംഭവം. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് പോകണം. തൃശ്ശൂരും എറണാകുളവും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ദീപ്തി മേരി വർഗീസ് മോശപ്പെട്ട കാൻഡിഡേറ്റ് ഒന്നുമല്ല. അവരെ മേയർ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞ് തന്നെയാണ് മത്സരിപ്പിച്ചത്. മേയറാകും എന്നൊക്കെ പറഞ്ഞു. അവസാനം ജയിച്ചു കയറി വന്നപ്പോൾ അവർക്ക് മേയർഷിപ്പ് ഇല്ല. അവരാ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ പുതിയ നിയുക്ത മേയർക്ക് ഹാരാർപ്പണമൊക്കെ നടത്തിയിട്ട് സത്യപ്രതിജ്ഞ തുടങ്ങുന്നതിന് മുമ്പ് അവർ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. അതുപോലെ തൃശ്ശൂരിൽ ലിസി ജെയിംസ് ആയിരുന്നു അവരുടെ സ്ഥാനാർത്ഥി. 4 തവണ തുടർച്ചയായി ജയിച്ചു വന്ന കാൻഡിഡേറ്റ് ആണ് കോൺഗ്രസിന്റെ. അവരെ ജോസഫ് ടാജറ്റ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി, ഈ പ്രസ്ഥാനമൊക്കെ തള്ളി ഉന്തി കൊണ്ടുപോകാൻ കുറെ ഫണ്ട് വേണം. അപ്പോൾ ലിസി പറഞ്ഞു, 10 രൂപ എടുക്കാനില്ല സ്നേഹിത, ചങ്ങാതി, 10 രൂപ പോലും തരാനില്ല. നേരെ ഡോക്ടർ നിജിൻ ജസ്റ്റിന് വേണ്ടി പോകുന്നു മേയർഷിപ്പ്. ആലോചിച്ച് നോക്കുക, പണപ്പെട്ടി വിവാദം. പണത്തിനകത്താണ് കോൺഗ്രസുകാരുടെ കണ്ണ്. ഇക്കാര്യത്തെക്കുറിച്ച് പരസ്യ പ്രസ്താവന നടത്തിയപ്പോൾ ഈ ലിസി ജെയിംസിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. KPCC നേതൃത്വം ഉടനടി സസ്പെൻഡും ചെയ്തു കളഞ്ഞു. AICC നേതാവ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നാണ് ലിസി ജെയിംസിന്റെ ആരോപണം. പണപ്പെട്ടി കൊണ്ടുപോയ ആള്, ഭർത്താവുമൊത്ത് പണപ്പെട്ടിയുമായി DCC ഓഫീസിൽ പോയ ആള് തിരിച്ചു വരുമ്പോൾ മേയർ പദവിയിലാണ്. അപ്പൊ പണം കൊടുക്കാനുണ്ടെങ്കിൽ മേയറാകാം, പണം കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലർ സ്ഥാനാർത്ഥിയാകാം. ഈ തരത്തിലേക്ക് അധപ്പതിച്ച കോൺഗ്രസ് ഇനി ഭരണസാരഥ്യത്തിലേക്ക് വരുമ്പോൾ എന്തുമാത്രം തിരിമറികളും വൃത്തികേടുകളും അഴിമതിയുമാകും നടത്തുക എന്ന് ജനം ചിന്തിച്ചാൽ ജനത്തിന്